ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തേയിലത്തോട്ടൊന്നും ഇവിടെ ഇങ്ങനെ നിരപ്പായ സ്ഥലത്താണുള്ളത്. അപ്പോൾ നമുക്ക് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതത് റിസോർട്ടിലേക്കുള്ള വയ്യാട്ടാ. ഉണ്ടല്ലേ വില്ലേജ് വൈബ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ആസാമിലെ കാശിരംഗിലാണ്. കാശിരംഗിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ കാണുന്ന ഹോം സ്റ്റേയിൽ നമ്മൾ സ്റ്റേ എടുത്തത്. ഇനി നമ്മൾ ഇവിടുന്ന് പോകുന്നത് അരുണാചലിലേക്കാണ്. അരുണാചലിലേക്ക് ഇന്ന് എന്തായാലും എത്തൂല, നാളെ വൈകിട്ടാകുമ്പോൾ നമ്മൾ അരുണാചൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുക. ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത് ഇതാണ് നമ്മൾ സ്റ്റേ എടുത്ത ഹോം സ്റ്റേ എന്ന് പറഞ്ഞത്. നമുക്ക് 800 രൂപയൊക്കെ റൂം കിട്ടിയത്. പിന്നെ ഇവിടെ പല റേറ്റിലുള്ള റൂമുകളുണ്ട്. എനിക്ക് തോന്നുന്നത് കാശിരംഗിൽ കുറച്ചെങ്കിലും എന്താ പറയുക ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹോം സ്റ്റേ ഉണ്ടെങ്കിൽ ഇതായിരിക്കും. നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ സ്റ്റേ എടുത്തിട്ട് ഇനി മൊത്തം ഷൂട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചാണ്. നമ്മളിവിടുന്ന് പോവാണ്. അരുണാചലിലൊക്കെ മഞ്ഞ് വീണ കാഴ്ചകൾ നമ്മൾ ഇന്നലെ ഈ ബ്രഹ്മപുത്ര നദീൻ്റെ സൈഡിൽ നിന്ന് ഒരു വ്യൂ കണ്ടിട്ടുണ്ടാവും. അത് തവാങ് സൈഡാണ്. ഭൂട്ടാൻ്റെ ഇതിൻ്റെയൊക്കെ ബോർഡർ വരുന്ന ഭാഗമാണ്. അത് ചൈനൻ്റെ ഒക്കെ ബോർഡർ വരുന്ന ഭാഗമാണ്. ഹിമാലയത്തിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടത്. നമ്മൾ പോകുന്നത് വേറെ റൂട്ടിലേക്കാണ്. ഇതൊരു മലയാളീസ് അധികം സഞ്ചരിക്കാത്ത റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ തവാങ് രണ്ടാളച്ചിട്ട് നമ്മൾ വണ്ടി കയറില്ല. അപ്പോൾ തവാങ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ വേറെ അരുണാചലിലെ ഇന്ത്യയിൽ ആദ്യത്തെ സൂര്യൻ ഉദിക്കുന്ന സ്ഥലം, അതായത് ഇന്ത്യയിൽ ഫസ്റ്റ് സൂര്യൻ ഉദിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമ്മൾ അവിടെ എത്തി കാണിക്കുക. അപ്പോൾ ഇന്ന് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളായിരിക്കും വീഡിയോയിൽ. ഇതാണ് നമ്മളെ ഹോം സ്റ്റേൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറഞ്ഞത് കേട്ടോ. നമ്മളെ ചെക്കത് ഇവിടെ ഞാൻ ഇന്ത്യൻ്റെ പതാക ഭൂട്ടാൻ കയറിയ സമയത്ത് ചീന്തിയിട്ടിന്ന്. പിന്നെ അതാ പുതിയ പതാക ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ. നമ്മളിങ്ങനെ പോകുന്ന വൈക്ക് തട്ടാ കാശിരംഗ നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ വരുത്താൻ പുല്ല് കഴിച്ചിട്ട് നിൽക്കുകയാണ്. പുല്ല് എന്തോ കഴിക്കുന്നുണ്ട്. നമ്മൾ കുറേ വിട്ടുന്നാണ് സൂം ചെയ്യണത്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് വന്നപ്പോഴാണ് നമ്മൾ ആന കണ്ടത്. ഇതൊക്കെ കാശിരംഗ നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ്. ഇവിടെ പല സ്ഥലത്തും ഉണ്ട്. ഇപ്പം നമ്മൾ എടുത്ത സഫാരി മെയിൻ പോയിന്റ് എല്ലാം തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി വന്നപ്പോൾ കാശിരംഗ നാഷണൽ പാർക്കാണ് ടൈഗർ സഫാരി പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്. അവിടെയാണ് കൂടുതൽ സഫാരിൻ്റെ വാഹനങ്ങൾ എടുക്കുന്നത്. അതങ്ങനെ അടുത്ത ആന ഞാൻ കാണിച്ചു തരട്ടെ, ഒരു മിനിറ്റ്. വണ്ടി ഇവിടെ ആനപ്പിണ്ട നിറച്ച് റോട്ടിലുണ്ട്. അവിടെ ഒരു ആന ഒക്കെ ഉണ്ട്. അത് അവിടെ ആൾക്കാരും ഉണ്ടല്ലോ. ഇവിടുന്ന് എടുക്കാം നമുക്ക് വീഡിയോ. കണ്ടിയില്ല മറ്റൊരുത്തൻ അവിടെ എന്തോ കഴിക്കണ ആൾട്ടാ. അതിൻ്റെ ഫ്രണ്ടിലാക്കണേ. അവിടെ ഒരു ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊന്നും പേടിയില്ലാന്ന് തോന്നുന്നു. കണ്ട് ശീലമായിട്ടുണ്ടാവും. പശുക്കളൊക്കെ ഉണ്ട് അവിടെ മേഞ്ഞടക്കുന്നു. നമ്മൾ സഫാരിക്ക് പോയപ്പോൾ ആന കണ്ടിട്ടില്ലെങ്കിൽ റോഡ് സൈഡിൽ ആന കാണുന്നു. എന്തായാലും നമ്മൾ പോവാ. ഇങ്ങനെയാണെങ്കിൽ സഫാരി എടുക്കണ്ടായില്ല. കാരണം മാനിനെ നമ്മൾ റോഡ് സൈഡിൽ നിന്ന് കണ്ട്, കാണ്ടാമൃഗത്തിനെ റോഡ് സൈഡിൽ നിന്ന് കണ്ട്. പക്ഷെ നമ്മൾ സഫാരിക്ക് പോയി വന്നതുകൊണ്ട് റോഡ് സൈഡിൽ നിന്ന് കണ്ടിന്യൂ എടുക്കായി വീഡിയോ. ഇവിടെക്കതാ അനിമൽസ് ക്രോസ് ചെയ്യണതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ബോർഡും കാര്യങ്ങളൊക്കെ. നമ്മൾ വെറുതെ സഫാരിക്ക് പോയി പോകേണ്ട ആവശ്യമില്ല. അതാ റോഡ് സൈഡിൽ നിന്ന് ഇട്ടാ അതിനധികപ്പുറം ഒരു കാണ്ടാമൃഗം ഞാൻ കാണിച്ചു തരാം. കണ്ടങ്ങൾ ആളിങ്ങനെ പുല്ല് മേഞ്ഞ് ഇറക്കുകയാണ് അവിടെ. അവനെ കാണാൻ നമ്മൾ സഫാരിക്ക് പോയത് വെറുതെ. ഇവിടെ സംഭവം പശുമായിരിക്കാൻ തോന്നുന്നു ഈ കാണ്ടാമൃഗം കേട്ടാ. ഇവിടെ ഒരു വലിയ ക്ഷേത്രം ഉണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന ക്ഷേത്രം തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് നഷ്ടമായിട്ട് നമ്മൾ അവിടെ സഫാരി എടുത്തത്. ഇവിടെയാണ് ടൈഗറിൻ്റെ എല്ലാത്തിനും ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഈ ഭാഗത്ത് നിന്നാവും നമുക്ക് സ്പോട്ട് ചെയ്യാൻ കൂടുതൽ സാധ്യത ഉണ്ടായിരുന്നത്. വിറക് ശേഖരിച്ചുകൊണ്ടോണൊക്കെയാണ് സൈക്കിൾ മലി. ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ സൈൻ ബോർഡും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ടോ. കാശിരംഗ നാഷണൽ പാർക്ക് അനിമൽ കോറിഡോർ ഡ്രൈവ് സ്ലോ എന്ന് തന്നെയാണ്. അങ്ങനെ ടൈഗറിൻ്റെ ബോർഡ്, കാരണം പല സംഭവങ്ങളും ബോർഡായിട്ട് ഇവിടെ ഉണ്ട്. വണ്ടി 40-നപ്പുറം സ്പീഡ് കൂട്ടാൻ പാടില്ല. ഒരുപാട് അമ്പുകളുണ്ട്. ഒരു നല്ല കൂളിങ് തണുപ്പ് ഫീൽ ആവുന്നുണ്ട് ഇവിടെ. നമ്മൾ ഉൾക്കാട്ടിൻ്റെ അകത്ത് കയറിയ ഫീൽ ഇവിടെ എത്തിയപ്പോൾ.
ഇവിടുത്തെ തേയിലത്തോട്ടം നോക്കിയിട്ടാ നമ്മളെ മൂന്നാറിലൊക്കെ മലഞ്ചെരുവിലല്ല, ഇവിടെ തായ് ഭാഗത്താട്ടാ ഇത് ഫുള്ള് തേയിലാണ്. നമ്മളെ ഇടത് ഭാഗത്ത് വലതു ഭാഗത്ത് കാണുന്നത്. പക്ഷെ ഇവിടെ എന്താ നിർത്തി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, വനത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട്, നാഷണൽ പാർക്കിൻ്റെ അകത്തായതുകൊണ്ട് അങ്ങനെ വിഷയമുണ്ട്. കുറച്ചുകൂടി നിരപ്പായ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അതിവിടെ നമ്മൾ കറക്റ്റ് കാണാൻ പറ്റും തേയില. തേയിലത്തോട്ടം അതിൻ്റെ ഇടയിൽ വലിയ മരങ്ങൾ, അതിൻ്റെ അപ്പുറമാണ് മലയോരക്ക. പക്ഷെ നിരപ്പായ സ്ഥലത്താണ് തേയില ഉള്ളത്. ഈ ഭാഗം നോക്കുകയാണ് പാടന്മാർക്ക് എടുക്കുന്ന ഭാഗങ്ങളാണ്. വണ്ടി നിർത്തരുതെന്ന് ബോർഡ് വെച്ചിരിക്കണം. പക്ഷെ ഇവിടെയൊക്കെ വീടും കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ. അതെന്താ സംഭവം എന്നാവും. ഇവിടുന്നൊക്കെ അത് സഫാരിക്ക് കൊണ്ടുപോകട്ടാ. ഈ കാശിരംഗ നാഷണൽ പാർക്കിൻ്റെ ഭാഗത്ത് ഇടത് ഭാഗത്ത് തന്നെ ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാശിരംഗ നാഷണൽ പാർക്ക് ഫുള്ള് സഫാരി. ഇവിടെ ആസാം ടൂറിസത്തിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തേയിലത്തോട്ടൊന്നും ഇവിടെ അങ്ങനെ നിരപ്പായ സ്ഥലത്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതത് റിസോർട്ടിലേക്കുള്ള വയ്യാട്ടാ. എന്ത് ഭംഗിയായിട്ടാ. പക്ഷെ നമ്മളെ നാട്ടിൽ എന്താ ഇങ്ങനെ നിരപ്പായ സ്ഥലത്ത് തേയിലിടാത്തന്നാവും. ഇത് കുടകിലൊക്കെ ഉള്ള ഏലത്തോട്ടം മാതിരിയാണ് ഇവിടുത്തെ തേയിലത്തോട്ടം ഇട്ടാ. നിരപ്പായ സ്ഥലത്ത് ഫുള്ള് തേയിലൻ്റെ എന്ത് രസം കാണാനെന്നറിയോ. ഇതിൻ്റെ അകത്ത് വല്ല വന്യമൃഗങ്ങൾ ഒളിച്ചിരിക്കണ്ടേ നമ്മൾ അറിയില്ലട്ടാ. ഞാൻ ഇപ്പോൾ ഉള്ളത് ആസാമിലെ അമാൻ്റെ സർവീസ് സെൻറ്ററിലാണ്. എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും എയർ ഫിൽറ്റർ മാറാൻ വന്നാൽ ഇപ്പോൾ സമയം 11:30, 3:30 വണ്ടി തരുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് സർവീസ് ചെയ്തിട്ടുണ്ട്, എയർ ഫിൽറ്റർ ഇവിടെ ഉണ്ടെങ്കിൽ തന്നാടി തന്നെ. ഇപ്പോൾ അത് ഇവിടെ ഇല്ലാന്ന്. ഈ ആദ്യം വൃത്തിയിട്ട് അമാൻ്റെ വണ്ടിയിലൊക്കെ സർവീസ് തുടങ്ങി. ഓ അമ്മ അച്ഛൻ कंपनी मैं चेंजिंग एयर फिल्टर गियर ऑयल, वो बोलेगा 330 का. मैं बोला मुश्किल नहीं, एयर फिल्टर है तो मैं बाहर में जाएगा, बाद में एयर फिल्टर नहीं है इधर. क्या फिल्टर नहीं है? वो बोलेगा नहीं, वो मैं गाड़ी सर्विस अच्छा नहीं है. ये 30 कंट्रीज. 30 कंट्रीज. इधर ही दूसरा एमआई का सर्विस सेंटर है. दूसरा सर्विस सेंटर एमआई का. ये एमआई का नहीं, एक ही है शिवसागर. വൃത്തിയട്ടെ കണ്ടിട്ടതാണ് അവസ്ഥ. ഈ തൊള്ളി തെറിയാണ് വരുന്നത് സത്യം പറഞ്ഞാൽ ഈ യമഹാൻ്റെ ഇത് കാണുമ്പോൾ. ഞാനിത് ഇന്ന് എത്രയും സ്ഥലം കാണിച്ചൊരു വണ്ടി ഇല്ല എന്നാണ് നിലക്ക് ഞാൻ അതിട്ട് ഓടുന്നത്. ഇല്ലെങ്കിൽ ഇത് കത്തിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും യമഹാൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട്. ഇത്ര ഒരു വൃത്തിയിട്ട സർവീസുള്ളൊരു കമ്പനി യമഹ. നമ്മൾ കുറേ ദൂരം തന്നെ ഏകദേശം 90 കിലോമീറ്ററോളം യാത്ര ചെയ്തു. വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടില്ല. മടുപ്പ് പിടിച്ച റോഡ്, കാരണം മടുപ്പ് പിടിച്ച റോഡ് വർക്കും ടൗണും ഇങ്ങനെ വിജനമായ സ്ഥലങ്ങൾ വെറുത്തുപോയി. അതിന് ശേഷം നമ്മൾ ഷോറൂമിൽ പോയത്. അവിടെ എത്തിയപ്പോൾ കഥ നിങ്ങൾ കണ്ടില്ലേ, വീഡിയോ എടുക്കാൻ തന്നെ മൂടില്ലെന്ന്. ഇപ്പോൾ നമുക്കൊരു ഷോർട്ട് റോഡ് കിട്ടിയാട്ടാ, നല്ല തേയിലിൻ്റെ അടി കൂടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കിയാണ്. ഞാൻ ഇന്ന് രാവിലെ കാണിച്ച വീഡിയോസ് നിങ്ങൾ കണ്ടിരുന്നല്ല തേയില. നമ്മൾ മൂന്നാറിലൊക്കെ എന്ന് പറഞ്ഞത് മലയോരത്താണ്, അവിടെ അങ്ങനെ നിരപ്പായ സ്ഥലം. അപ്പോൾ അതിന് കുറച്ചും കൂടി കൂടുതലായിട്ട് കാഴ്ചകൾ കിട്ടുന്ന സ്ഥലത്ത് അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള കേട്ടോ. അതിൻ്റെ അടി കൂടി ഇങ്ങനെ പോയാൽ റോഡ് ഹൈവേയിൽ ചെന്ന് ചാടുന്ന ഷോർട്ട് റോഡ് കിട്ടിയാണ്. അപ്പോൾ ഈ കാഴ്ച കണ്ട് അങ്ങനെ പോവാച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതിനുള്ളിലേക്ക് കയറിയതാണ് നമ്മൾ. എനിക്ക് എൻ്റെ യാത്രയിൽ ഇഷ്ടപ്പെടാത്തൊരു സംസ്ഥാനം ഉണ്ടെങ്കിൽ ആസാം തന്നെ ഉള്ളൂ. ആസാം 100 ആളുണ്ടെങ്കിൽ 80 ആളുകൾ സ്വഭാവം പോരാ, അങ്ങനെ തന്നെ പറയണം. 20 ആളുകൾ നല്ല ആൾക്കാരുണ്ട്, 20% നല്ല ആൾക്കാരുള്ളൂ, ബാക്കിയൊക്കെ കണക്ക് തന്നെയാണ്. ഇത് എൻ്റെ യാത്രയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത്
ഞാൻ ടൗണിലൂടെ യാത്ര ചെയ്ത് ഇവിടുത്തെ രണ്ടിടത്ത് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ വിലയിരുത്തുന്നത്. നല്ല രസട്ടെ ഈ തേയിലാണ്. ഇതൊക്കെ ഒരു മനസ്സിന് തന്നെ ഒരു സമാധാനം ഈ പച്ചപ്പൊക്കെ കണ്ടപ്പോൾ. വെറുത്ത് ഇത്രയും 90 കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്ത റോഡ് എന്ന് പറഞ്ഞത് അത്രയും വെറുത്ത് പോണ റോഡായിരുന്നു. ഇപ്പോഴാണ് നമുക്ക് നല്ലൊരു വൈബുള്ളൊരു ഗ്രാമം കിട്ടിയത്. ബാക്കിൽ വണ്ടി ഉണ്ടല്ലേ, വണ്ടി പോട്ടെ നിർത്തിയവർ. ശരി, ബാക്കിൽ വണ്ടി ഉണ്ടായതുകൊണ്ട് ക്യാമറ കണ്ട് തിരിക്കാനും പറ്റില്ല. അവർ പോട്ടെ, കാറ് പോവല്ലേ. ഇവിടെ ഭൂരിഭാഗം ആളുകളെടുത്തും സൈക്കിളിൽ കേട്ടോ, സൈക്കിളിലാണ് യാത്ര. ഇതൊരു വീടാണ്. ഇവിടെ വീട്ടിലേക്ക് റോഡിനൊക്കെ കെട്ടിയ മതിലൊക്കെയാണ്. എന്ത് രസം എന്നറിയോ? അപ്പോൾ അതാ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കണ്ടൊരു മീൻ പിടുത്താട്ടോ. ഒരു കുഴി വറ്റിച്ചിട്ട് ബക്കറ്റിൽ വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ അവർ കെട്ടിയ തുണിയിലേക്കാണ് വയ്ക്കുന്നത്. അപ്പോൾ വെള്ളം അതിലൂടെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു മീനുണ്ടെങ്കിൽ അതിൽ പെടും. നമ്മുടെ നാട്ടിലൊക്കെ മുന്നേ ഉണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഇപ്പോൾ ആർക്കും മീൻ പിടിക്കാനും നേരമില്ല. ഉണ്ടാവും കേട്ടോ, കേരളത്തിലുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴത്തെ അങ്ങനത്തെ കാഴ്ചയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ അടുത്ത കാലത്തൊന്നും. അതുകൂടാതെ ഇവിടെയും പിടിക്കുന്നുണ്ട് കേട്ടോ. തോടിങ്ങനെ തടം കെട്ടി ഓരോരുത്തരെ തട്ടാക്കിയിട്ട് അതിനിങ്ങനെ വെള്ളം വറ്റിച്ചിട്ടാണ് പിടിക്കണേ മീൻ. അവിടെ വെള്ളത്തിൽ കണ്ടില്ല ഇങ്ങനെ ഇളകണ ഫുള്ള് മീനാണ്. വെള്ളം വറ്റിനനുസരിച്ച് മീനെ പൊന്തൽ തുടങ്ങിയിരിക്കണേ. അത്യാവശ്യം മീൻ ഉണ്ട് കേട്ടോ അതില്. സമയം 2:15. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിർത്തിയായിട്ട് ആകെ പൊടിയിൽ മുങ്ങിക്കണേ. ഷർട്ട് മാറ്റി ഊരിക്കൊടി ഊരണം. ഇതിപ്പോ കാട്ടിന്നവിടെ പുറത്തുനിന്ന് മുഖം കഴിയണം. എന്തായാലും ഫുഡ് കഴിക്കട്ടെ. നല്ല വിശപ്പ് പറഞ്ഞാൽ നല്ല വിശപ്പുണ്ട്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും എമാൻ്റെ സർവീസ് സെൻറ്റർ കിട്ടുമോ നോക്കണം. അരുണാചലിൽ കയറി മുന്നേ നമുക്ക് സർവീസ് ചെയ്യണം വണ്ടി. നമ്മളെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. പപ്പടം, ഉരുളക്കിഴങ്ങ്, പയറ്, പിന്നെന്താ ചിരങ്ങ പോലെ ഒരു ഉപ്പേരി, ഒരു ചമ്മന്തി ഉണ്ട്, പിന്നെ ഓംലേറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തായാലും കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ പോവാണ്. സർവീസ് സെൻറ്റർ കിട്ടണം, എണ്ണ അടിക്കണം. ഇനി ഒരുപാട് ദൂരം ഓടാണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച ദൂരം ഓടി കവർ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. നമ്മളിപ്പോൾ ആസാമിലെ ദിബ്രുഗറിൻ്റെ അടുത്തായിട്ടുള്ളത്. ദിബ്രുഗർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും, കന്യാകുമാരി ടു ദിബ്രുഗറാണ് ഏറ്റവും ലോങ്ങസ്റ്റ് ട്രെയിന്. അപ്പോൾ ആ റെയിൽവേസിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മളിതാ ഓയിൽ മാറ്റാനും ഇതിന് വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് കയറ്റിക്കണം. ഇവിടെ എയർ ഫിൽറ്ററൊക്കെ ഉണ്ടെന്ന് ഇവർ പറഞ്ഞത്. ഇവിടുന്ന് ചേഞ്ച് ആക്കണം. നമ്മൾ ഓയിലും കാര്യങ്ങളൊക്കെ മാറി നല്ല അടിപൊളി സർവീസും. ഓക്കെ, സിമ്പിളായിട്ട് പരിപാടി കഴിഞ്ഞ് ഇവിടെ വെക്കലൊന്നുമില്ല. अरुणाचल अरुणाचल जाने में 2 रास्ता है, ये सामने से होता है। आप अभी जाएंगे अरुणाचल? अभी मैं इधर एक ब्रिज है, बड़ा ब्रिज, अरुणाचल आसाम बॉर्डर का एक बड़ा ब्रिज। हाँ, सोदिया ब्रिज। हाँ, सोदिया ब्रिज। अब ये
तरफ से थोड़ा आगे जाके इस तरफ घुस जाइए हाँ। और बाईपास सीधा मिल जाएगा। ठीक है। एक जस्ट आप यहाँ से पकड़ लीजिए, 1 मिनट लगेगा। हाँ। उसके बाद राइट घुस जाइए। हाँ। उसके बाद राइट घूमने के बाद थोड़ा चाराली मिलेगा, लेफ्ट घुस जाइएगा और सीधा जाते रहिएगा ठीक है। और रास्ता आपको ठीक मिलेगा। ശരി, ഒന്ന് മറന്ന കിട്ടിയല്ലോ ജിനു. സമയം 4:30. സൂര്യൻ ഇത് അസ്തമിച്ച് താഴ്ന്നു പോയി. ഇത് കണ്ടെങ്കിൽ കാണണമെങ്കിൽ ആദ്യം പൊടി കൊടുക്കണം. ഇത് കണ്ടെങ്കിൽ സമയം 5:21. ഇവിടുത്തെ കാലാവസ്ഥ ഒന്ന് നോക്കുകയാണി. ഇനിയൊരു ഗാലക്സി ആകാശം ഉദിക്കാൻ ബാക്കിയില്ല. ഇതാണ് അവസ്ഥ. ഇപ്പം ഞങ്ങൾ ആസാമിലെ ടിൻസിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റൂം എടുക്കുക ചെയ്തത്. നമുക്ക് 700 രൂപയ്ക്ക് റൂം കിട്ടിയപ്പോൾ ഇവിടെ എടുത്ത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നാളെ നമ്മൾ അരുണാചൽ പ്രദേശിലേക്ക് കിടക്കും. അപ്പോൾ അതിൻ്റെ കാഴ്ച നമുക്ക് അടുത്ത വീട്ടിൽ കണ്ടുമുട്ടാം. അതുവരേക്കും